പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, വിശുദ്ധ ചാവറയച്ചൻ്റെ മഹാതിരുനാൾ ഇന്ന് കേരളം ലോകം മുഴുവൻ കൊണ്ടാടുമ്പോൾ കേരള മക്കളെ ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി മാറ്റിയ പുണ്യപിതാവാണ് വിശുദ്ധ ചാവറയച്ചൻ. CMI, CMC, CTC മക്കൾക്ക് ഇന്ന് വിശുദ്ധ ചാവറയച്ചൻ്റെ പുണ്യദിനമാണ്. തങ്ങളുടെ സ്ഥാപക പിതാവാണ്, അപ്പനാണ്. ജ്ഞാനയോഗിയും ധ്യാനയോഗിയും കർമ്മയോഗിയുമായ വിശുദ്ധ ചാവറയച്ചൻ അന്ന് തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, മിണ്ടിക്കൂടാ എന്ന് കേരളത്തിൻ്റെ അവസ്ഥയെ മുഴുവനായിട്ടും ഏറ്റെടുത്ത് നീണ്ട മണിക്കൂറുകൾ ദിവ്യ സക്രാരിക്കരികെ മുട്ടിന്മയിൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായി കേരളത്തെക്കുറിച്ചുള്ള വ്യക്തമായ ദർശനങ്ങളും വെളിപാടുകളും ഉൾക്കാഴ്ചകളും ലഭിച്ച പുണ്യപിതാവ് കേരളത്തിൻ്റെ നവോത്ഥാന നായകനായിട്ട് മാറി. മുതലാളിത്തം അതിൻ്റെ അടിമകളായിരുന്ന തൊഴിലാളികൾ, കൂലിവേല ചെയ്ത് പാടത്തും പറമ്പിലും പണി ചെയ്യുന്ന മക്കൾ, അവരുടെ കുഞ്ഞുങ്ങൾ മുതലാളികൾ കൊടുക്കുന്ന കഞ്ഞി കുടിക്കാനായിട്ട് വെള്ളം കുടിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വറ്റി കിട്ടുവാനായി ഈ മക്കളെല്ലാം പാടത്തും പറമ്പിലും വരമ്പത്തൊക്കെ ആയിട്ട് ഇരിക്കുന്നത് ചാവറയച്ചൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അന്ന് മുതൽ ചാവറയച്ചൻ എഴുതി വെച്ചു, ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടം. എവിടെ ഒരു പള്ളിയുണ്ടോ ആ പള്ളിക്ക് ഒരു പള്ളിക്കൂടം നിർബന്ധമായിട്ട് വേണമെന്നും എല്ലാവരും ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന പൊതു വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കിയത് നമ്മുടെ പുണ്യപിതാവാണ്. ഈ കുഞ്ഞുങ്ങളെ, ഈ പാവപ്പെട്ട മക്കളുടെ കുഞ്ഞുങ്ങളെ ആകർഷിക്കാനായിട്ട് എല്ലാ വീടുകളിലും ഓരോ പാത്രം വയ്ക്കുകയും ഉള്ളവനും ഇല്ലാത്തവനും, പാവപ്പെട്ടവനും പണക്കാരനും അരി വയ്ക്കുമ്പോൾ, കഞ്ഞി വയ്ക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പിടി അരി എടുത്ത് ആ പാത്രത്തിൽ നിക്ഷേപിക്കണമായിരുന്നു. ആ അരി കൊണ്ടുവന്ന് സ്കൂളുകളിൽ, പള്ളിക്കൂടങ്ങളിൽ വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഉച്ചക്കഞ്ഞി ആദ്യമായിട്ട് ആരംഭിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിൻ്റെ സ്വന്തം മകനായ ചാവറയച്ചനാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലരും പലതും പ്രസംഗങ്ങളിൽ പറയുമ്പോൾ ഞാൻ ലജ്ജിച്ചു പോവുകയാണ്. കാരണം ഇത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എല്ലാ സഹോദരന്മാരെയും കൂടപ്പിറപ്പുകളായി കണ്ട വിശുദ്ധ ചാവറയച്ചനാണ് ഉച്ചക്കഞ്ഞിയും പിടിയേരിയും നടപ്പിലാക്കിയത്. കുട്ടികളെ വിദ്യ കൊടുക്കാൻ, വിദ്യാഭ്യാസത്തിന് പള്ളിക്കൂടങ്ങളിലേക്ക്, സ്കൂളുകളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് പുണ്യപിതാവ് ഇത് ആരംഭിച്ചത്. ഇന്ന് പലയിടത്തും അത് തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. 1805 ഫെബ്രുവരി 10 ആലപ്പുഴയിലെ കുട്ടനാട്ടിലെ കൈനകരി എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ചാവറ കുടുംബത്തിൽ ജനിച്ച പുണ്യപിതാവിൻ്റെ 13-ാം വയസ്സിലെ സെമിനാരിയിൽ ചേരുകയും അപ്പനും അമ്മയും ചേട്ടനും കുട്ടനാട്ടിലെ കൈനകരിയിൽ, ആലപ്പുഴയിലൊക്കെ മഹാമാരി അന്ന് പടർന്നു പിടിച്ചപ്പോൾ അപ്പൻ, അമ്മ, ചേട്ടൻ മരിച്ചുപോയി. ഏകനായ ചാവറയച്ചൻ കർത്താവാണ് എൻ്റെ ഓഹരിയും അവിടുന്നാണ് എൻ്റെ ഭാഗധേയം എന്ന് പറഞ്ഞുകൊണ്ട് വിലാപങ്ങൾ 3:17 മുതലുള്ള തിരുവചനങ്ങളാണ് ചാവറയച്ചനെ പിന്നീട് അങ്ങോട്ട് നയിച്ചത്. ഈ പുണ്യപിതാവിനെ കേരളം ഒരിക്കലും മറക്കാൻ പാടില്ല. ജ്ഞാനയോഗിയും ധ്യാനയോഗിയും കർമ്മയോഗിയുമായ ഈ പുണ്യപിതാവ് സ്ത്രീ ശാക്തീകരണം, അന്ന് ഭർത്താവ് അടുക്കളയിൽ കഴിഞ്ഞു കൂടിയിരുന്ന എല്ലാ സ്ത്രീകളെയും പുറത്തു കൊണ്ടുവന്ന് അവരെ സ്ത്രീ ശാക്തീകരണം ആദ്യമായിട്ട് ചെയ്തത് വിശുദ്ധ ചാവറയച്ചനാണ്. ഇന്ന് ഞങ്ങളുടെ പുണ്യപിതാവിൻ്റെ സഭാസ്ഥാപകൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ ഈ പുണ്യപിതാവിൽ അഭിമാനിക്കുകയാണ്. ഞങ്ങളുടെ സ്വന്തം സഹോദരികളാണ് CTCക്കാർ. അവർ ലത്തീനും ഞങ്ങൾ അങ്ങനെ വിഭജിച്ചു എന്ന് മാത്രം. പുണ്യപിതാവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് വിശുദ്ധ ചാവറയച്ചൻ വഴി ധാരാളം അനുഗ്രഹങ്ങൾ ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് മാനാനത്ത് വരുന്ന എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പുണ്യവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ചാവറയച്ച, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.